സാഹചര്യങ്ങൾ സങ്കീർണമാകുന്നു. ലോകത്തെ അമേരിക്കൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള അമേരിക്കൻ പൗരന്മാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ തുടർച്ചയായി 10ാം ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം തുടരുന്നതിനിടയിലാണ് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കാരണം സാഹചര്യം അതീവ ഗുരുതരമാണിത്. സംഘർഷ വ്യാപനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പശ്ചിമേഷ്യയ്ക്ക് പുറത്തുള്ള അമേരിക്കക്കാർ ആ മേഖലയിലൂടെ യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ലോകമെമ്പാടുമുള്ള യുഎസ് നയതന്ത്ര സ്ഥാപനങ്ങൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയോ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാൻ പശ്ചിമേഷ്യയിലെ യുഎസ് താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യുഎസ് വ്യോമതാവളങ്ങളും കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിൽ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ, UAE തീരങ്ങൾക്ക് സമീപത്തുള്ള കടന്നുപോയ 2 വിദേശ എണ്ണക്കപ്പലുകൾക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും ഇറാന്റെ വ്യോമപ്രതിരോധ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനുമായി US സെൻട്രൽ കമാൻഡ് കഴിഞ്ഞ രാത്രിയിലും ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തി. ഇറാനിലെ തബ്രിസ്, ബന്ദർ അബ്ബാസ്, കേഷ്ടം ദ്വീപ് തുടങ്ങിയ നിരവധി പ്രവിശ്യകളിലെ സൈനിക കേന്ദ്രങ്ങൾ തകർന്നു. രാജ്യം ഇപ്പോൾ US-മായി പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സജീവമായ പോരാട്ടം ശക്തമാകുന്നതിനിടെയാണ് ആഗോളതലത്തിൽ വേൾഡ് വൈഡ് ജാഗരൂകത എന്ന മുന്നറിയിപ്പ് വരുന്നത്. ജോർദാനിൽ ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും മറ്റൊരാളെ കാണാതാവുകയും ചെയ്തതായി ശനിയാഴ്ച നേരത്തെ US സൈന്യം പ്രഖ്യാപിച്ചു. മധ്യപൂർവ്വ ദേശത്ത് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ സുരക്ഷാ അന്തരീക്ഷം സങ്കീർണമായി തുടരുന്നു. അപ്രതീക്ഷിതമായ വർധനവിന് സാധ്യതയുണ്ട്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഉപദേശത്തിൽ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള അമേരിക്കക്കാരോട്, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലുള്ളവരോട് കൂടുതൽ ജാഗ്രത പാലിക്കാനും പ്രാദേശിക US എംബസികളിൽ നിന്നും കോൺസുലേറ്റുകളിൽ നിന്നുമുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏജൻസി അഭ്യർത്ഥിച്ചു. ഏതെങ്കിലും പ്രത്യേക രാജ്യം ഒഴിപ്പിക്കാനോ അന്താരാഷ്ട്ര യാത്രയിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനോ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കക്കാരോട് ഉത്തരവിട്ടിട്ടില്ലെങ്കിലും സംഘർഷം ലോജിസ്റ്റിക്സിനെ നേരിട്ട് ബാധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ വാണിജ്യ വിമാനങ്ങൾ റദ്ദാക്കുന്നതും ഇടയ്ക്കിടെ വ്യോമാതിർത്തി അടച്ചിടുന്നതും മേഖലയിൽ ഉടനീളം തടസ്സങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാണിജ്യ വിമാന കമ്പനികൾക്കും മിഡിൽ ഈസ്റ്റിലുടനീളം വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ മാറ്റുന്ന യാത്രക്കാർക്കും അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് മുന്നറിയിപ്പ്. അഖബ വിമാനത്താവളവും തുറമുഖവും ഉൾപ്പെടുന്ന നിർദ്ദിഷ്ടവും വിശ്വസനീയവുമായ ഭീഷണിയെക്കുറിച്ച് ജോർദാനിലെ US എംബസി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് യാത്രാ മുന്നറിയിപ്പ് വന്നത്. സൗകര്യങ്ങൾ ഒഴിവാക്കാൻ അമേരിക്കക്കാരെ ഉപദേശിച്ചു. ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടില്ലെന്നും വിമാനത്താവളവും തുറമുഖവും തുറന്ന് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ജോർദാൻ ഉദ്യോഗസ്ഥർ പിന്നീട് പറഞ്ഞു. തിങ്കളാഴ്ച ബഹ്റൈനിലെ US എംബസി ഒരു സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. ഇറാൻ മധ്യ മനാമയിലെ അജ്ഞാത സ്ഥലങ്ങൾ ലക്ഷ്യമിടുന്നതായി സൂചിപ്പിക്കുന്ന വിവരങ്ങൾ എംബസിക്കുണ്ടെന്ന് അമേരിക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ, UAE തീരങ്ങൾക്ക് സമീപത്തു കൂടി കടന്നുപോയ 2 വിദേശ എണ്ണക്കപ്പലുകൾക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.